രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന ഏതാണ്ടൊരു പരോക്ഷ സ്ഥിരീകരണം നടത്തുകയാണ് കെ സുരേന്ദ്രൻ. അതിന് കാരണം അതെടുത്തെടുത്ത് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്, അവർ പറയട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ. വളരെ കൃത്യം വ്യക്തം ഹാഷ്മി. രാജ്യസന്നദ്ധത അറിയിച്ച് ദേശീയ നേതൃത്വത്തിന് കത്തയച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഈ കാര്യം ഇന്നലെയാണ് അയച്ചത്. ദേശീയ നേതൃത്വത്തിൽ നിന്ന് തന്നെയാണ് 24-ന് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം കിട്ടിയത്. അതിനുശേഷം കെ സുരേന്ദ്രനുമായി സംസാരിച്ചു. വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ കത്തയച്ചു എന്ന് പറയില്ല, അതൊരു സംഘടനാ മര്യാദയല്ല. ദേശീയ നേതൃത്വത്തിന് സംസ്ഥാന അധ്യക്ഷൻ കത്തയക്കുന്ന വാർത്തയൊക്കെ മറ്റു പാർട്ടികളിൽ വരും, പക്ഷേ BJP-യിൽ അങ്ങനെ വരാറില്ല. അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷേ ധാർമ്മിക ഉത്തരവാദിത്വം, തെരഞ്ഞെടുപ്പ് കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ധാർമ്മിക ഉത്തരവാദിത്തം തനിക്കാണ്. ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു എന്ന് കെ സുരേന്ദ്രൻ അടിവരയിട്ട് പറയുമ്പോൾ അതിൽ കൃത്യമാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം ഒഴിയാൻ തയ്യാറാണ് എന്നുള്ളത്. മാത്രവുമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞു, താൻ പൂർത്തിയാക്കേണ്ടതുണ്ടോ ടേം, അല്ല താൻ ഒഴിയേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ ദേശീയ നേതൃത്വം തീരുമാനിക്കും. ദേശീയ നേതൃത്വത്തിന് കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ളത് നേരത്തെ ഈ 24 വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞതാണ്. ദേശീയ നേതൃത്വത്തോട് കെ സുരേന്ദ്രൻ പറയുന്നത് ധാർമ്മിക ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു. ഒരു കലക്റ്റീവ് ലീഡർഷിപ്പാണ് ഇലക്ഷൻ മാനേജ് ചെയ്തതെങ്കിലും ഇതിൻ്റെ ഒരു പേഴ്സണൽ മൊറൽ റെസ്പോൺസിബിലിറ്റി, ധാർമ്മിക ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയാണ്, അതുകൊണ്ട് രാജിവെക്കാൻ അനുവദിക്കണം എന്നതായിരുന്നു കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. അതിനുശേഷം ഈ വാർത്ത മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. പ്രകാശ് ജാവ്ദേക്കർ തന്നെ ആരും രാജിവെക്കേണ്ട സാഹചര്യം കേരളത്തിലില്ല, കേരളത്തിൽ BJP മുന്നോട്ടാണ്, പാലക്കാട് ഉൾപ്പെടെ 2026-ൽ ജയിക്കും എന്ന് പ്രകാശ് ജാവ്ദേക്കർ പറയുന്നു. അതിനുശേഷം P. രഘുനാഥ് പറയുന്നു രാജിവെക്കാനുള്ള സാഹചര്യമില്ല, രാജിവെക്കേണ്ടതില്ല. ഏറ്റവും ഒടുവിൽ കെ സുരേന്ദ്രൻ പറയുകയാണ് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നുള്ളത്. അതായത് 24-ന്റെ പൊളിറ്റിക്കൽ ബ്രേക്ക് പൂർണ്ണമായും ശരിയായി കഴിഞ്ഞിരിക്കുന്നു. ഹാഷ്മി. ഓക്കെ, ദീപക് ധർമ്മടമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.